ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ഫാക്ടറൈസേഷൻ എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് കടന്നാലോ. ഫാക്ടറൈസ് എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ 3 ടേംസ് ഉണ്ട്, 1 2 3. അപ്പോൾ മിക്കവാറും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഐഡന്റിറ്റി ആയിരിക്കില്ല ഇവിടെ വരിക. അത് ഉപയോഗിക്കേണ്ടി വരില്ല. 3 ടേംസ് ഉണ്ടെങ്കിൽ അത് മിക്കവാറും ഉപയോഗിക്കേണ്ടി വരില്ല. 2 ചാൻസ് ഉള്ളത്, ഒന്നുകിൽ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ, അതൊരു ചാൻസ്. ഇനി അതല്ലെങ്കിൽ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ടൈപ്പ് ഓഫ് ഐഡന്റിറ്റീസ്. ഇതിലേതാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? സിമ്പിളാണ്. നിങ്ങൾ നോക്കുക, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 ടേംസിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കുക. ഇവിടെ കോമൺ ആയിട്ട് ഒന്നുമില്ല, മൂന്നിലും കൂടെ കോമൺ ആയിട്ട് ഒന്നുമില്ല, അപ്പോൾ പുറത്തെടുക്കാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ, സമ്മ് ഇതിലെ എക്സിൻ്റെ കൂടെ വരുന്ന നമ്പർ എത്രയാ? 8. അത് നമ്പറിൻ്റെ സൈനും കൂടെ നോക്കണേ, പ്ലസ് ആണ്, പ്ലസ് 8 ആണ്. അപ്പോൾ പ്ലസ് 8 നമ്മൾ വെറും 8 എന്ന് എഴുതുക. ഓക്കെ, വെറും 8 എന്ന് എഴുതി. പ്രൊഡക്റ്റ് ലാസ്റ്റുള്ള കോൺസ്റ്റന്റ് എക്സ് ഇല്ലാത്ത ടൈം എത്രയാ? 16. അതും പ്ലസ് 16 ആണ്. നമ്മൾ പ്ലസ് എന്ന് എഴുതൂല, വെറും 16 എഴുതിയാൽ പറയാം. വെറും 16 എഴുതിയാൽ അത് പ്ലസ് 16 ആണല്ലോ. ഓക്കെ, അങ്ങനെ വരുന്ന 2 നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാ? സം 8ഉം പ്രൊഡക്റ്റ് 16 വരുന്ന 2 നമ്പേഴ്സ് എടുക്കുക. 4 4 അല്ലേ? 4 + 4 സം 8 ആണ്. 4 × 4 പ്രൊഡക്റ്റ് 16 ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ആ മിഡിൽ ടേമിനെ നമ്മൾ ആ 4ഉം 4ഉം വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം. ഇത് മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ഈ ടൈമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ എഴുതുക. എങ്ങനെയാ? എക്സ് സ്ക്വയർ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി. പക്ഷേ മിഡിൽ ടൈമിൽ നിങ്ങൾ 8x നിങ്ങൾ എങ്ങനെ എഴുതുമെന്ന് അറിയോ? ഈ 2 ടൈംസ് വെച്ച് എഴുതണം. എങ്ങനെയാ? 4x + 4x എന്ന് എഴുതി, പ്ലസ് ലാസ്റ്റുള്ള 16 അങ്ങനെ തന്നെ എഴുതി. എന്തേ മാറിയോ ക്വസ്റ്റ്യനിൽ? ഇല്ല, കാരണം 4x + 4x ചെയ്താൽ എന്താ കിട്ടുക? 8x തന്നെയാണ് കിട്ടുക. അപ്പോൾ സെയിം സാധനമാണ്, പക്ഷെ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയെന്നുള്ളൂ. ഒന്ന് മിഡിൽ ടൈമിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നമ്മൾ കണ്ടുപിടിച്ച 2 നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട്. ആൻഡ് ദെൻ നോക്കുക, ആദ്യത്തെ 2 നമ്പറിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ പുറത്തെടുക്കുക. എത്രയാണ് വരിക? എക്സ് പുറത്തെടുക്കാം. എക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിന് എക്സ് പോയാൽ എക്സ് മാത്രം ബാക്കി, പ്ലസ് രണ്ടാമത്തെ ടൈമായിട്ടുള്ള 4x എക്സ് പോയാൽ 4 പ്ലസ്. ഇനി അവസാനത്തെ 2 ടൈം നോക്കുക, 4x + 16. അതിൽ നിന്ന് 4 പുറത്തെടുത്താൽ 4x 4 പുറത്തെടുത്താൽ എക്സ്, പ്ലസ് 16 4 പുറത്തെടുത്താൽ 4. ഓക്കെ, ആ 2 ടേംസിലും x + 4 ഉണ്ട്. ആ x + 4 പുറത്തെടുത്തു. x + 4 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഈ ടേമിൽ നിന്ന് x + 4 പോയി കഴിഞ്ഞാൽ എക്സ്, പ്ലസ് ഈ ടൈമിൽ x + 4 പുറത്ത് പോയി കഴിഞ്ഞാൽ 4. അപ്പോൾ x + 4 × x + 4 എന്ന് വന്നു. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ x + 4 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയേക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ വെച്ച് നിർത്തിയാലും ഫുൾ മാർക്ക് കിട്ടും, ഫുൾ മാർക്ക് തരണം. ഓക്കെ, സോ x + 4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ വേണമെങ്കിൽ. ഓക്കെ, കഴിഞ്ഞു. ഇനി അതല്ല, ഇങ്ങനത്തെ ക്വസ്റ്റിൽ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എക്സ് ഫസ്റ്റ് ടൈം എന്തിനെങ്കിലും സ്ക്വയർ ആണോ നോക്കുക, എക്സിൻ്റെ സ്ക്വയർ ആണ്. സെക്കൻഡ് ടൈം, തേർഡ് ടൈം ലാസ്റ്റ് ടൈം എക്സ് ഇല്ലാത്ത ടൈം ഏതെങ്കിലും സ്കോർ നോക്കുക, അത് 4ൻ്റെ സ്കോർ ആണ്. അപ്പോൾ എക്സ് സ്കോർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്കോർ ആണ്, 16 എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്കോർ ആണ്. എല്ലാ സൈനും പ്ലസ് ആണ്. അപ്പോൾ മിക്കവാറും x + 4 ഹോൾ സ്ക്വയർ ആയിരിക്കും. പക്ഷേ ഇത് നിങ്ങൾ തിരിച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇതിൻ്റെയാണോ കിട്ടുന്നതെന്ന് കൂടെ നോക്കണം, കാരണം ഇത് എപ്പോഴും ശരിയാവണമെന്നില്ല. അതൊരു എളുപ്പ വഴിയാണ്, അത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫാക്ടറൈസ് m⁴ - 256. ഇവിടെ 2 ടൈം ഉള്ളൂ, ഒരു ടൈം ഇത്, രണ്ടാമത്തെ ടൈം ഇത്. സോ ഒരു ടൈം ഇത്, രണ്ടാമത്തെ ടൈം ഇത്, സൈനും കൂടെ കൺസിഡർ ചെയ്യണേ. അപ്പോൾ 2 ടൈം ഉണ്ടെങ്കിൽ മിക്കവാറും a² - b² എന്ന ഫോമിലായിരിക്കും ഉണ്ടാവുക. നമുക്ക് നോക്കാം. m⁴ എന്ന് പറഞ്ഞാൽ m² ഹോൾ സ്ക്വയർ ആണ്. m² ഹോൾ സ്ക്വയർ മൈനസ് 256 എന്ന് പറഞ്ഞാൽ എത്രയുടെ സ്ക്വയറാ? 16 സ്ക്വയർ അല്ലേ? 6 36 ബാക്കി 3 6 12 6 12 3 5 ബാക്കി 1 യെസ് 256 ആണ്. ഓക്കെ, അപ്പോൾ m² - 16 സ്ക്വയറാ. ഇതെന്ത് ഫോമില? a² - b² എന്നുള്ള ഫോമില. a² - b² എന്ന് പറഞ്ഞാൽ എന്താ? a + b × a - b ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക? a + b m² + 16 × m² - 16. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞൊന്നും, പക്ഷേ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് ട്വിസ്റ്റ്. m² + 16 അങ്ങനെ തന്നെ ഇതാവട്ടെ. പക്ഷേ അടുത്ത സാധനം ആയിട്ടുള്ള m² - 16 എന്ന് പറഞ്ഞാൽ എന്താ? m² - 16 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് m² - 16 എത്രയാ? 4² ആണ്. m² - 16 എന്ന് പറഞ്ഞാൽ m² - 4² ആണ്. അത് വീണ്ടും a² - b² എന്ന ഫോമില. അതെന്താ? a + b × a - b. അപ്പോൾ എന്ത് വരും? m + 4 × m - 4. സോ എന്ത് കിട്ടി? m² + 16 × m + 4 × m - 4 എന്ന ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഇത്രയുള്ള പരിപാടി. ഇനി ഇതിനെ ചെറുതാക്കാനൊന്നും പറ്റില്ല, ഇനി ചെറുതാക്കലൊന്നുമില്ല. ഓക്കെ, അത്ര മതി. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് y² - 7y + 12. y² - 7y + 12 നമുക്ക് എന്ത് കിട്ടണം? ഇവിടെ 3 ടൈമിൽ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കുക, ഒന്നുമില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, സമ്മായിട്ട് -7 കിട്ടണം. സമ്മായിട്ട് വൈൻ്റെ കൂടെ നമ്പർ 7 അല്ല -7 ആണ്. സൈൻ കൂടെ നോക്കണം, തൊട്ടുമുള്ള സൈൻ നോക്കണം. സമ്മ് -7, പ്രൊഡക്റ്റ് +12. ഇങ്ങനെ വരുന്ന 2 നമ്പേഴ്സ് ശ്രദ്ധിക്കുക. സമ്മ് -12ഉം പ്രൊഡക്റ്റ് സമ്മ് -7ഉം പ്രൊഡക്റ്റ് 12 വരുന്ന 2 നമ്പേഴ്സ് ശ്രദ്ധിക്കുക മക്കളെ, പറഞ്ഞേ. ഓക്കെ,
പ്രൊഡക്റ്റ് 12 വരണമെങ്കിൽ ഒന്നുകിൽ രണ്ട് നമ്പേഴ്സും പോസിറ്റീവ് ആയിരിക്കും, ഒന്നുകിൽ രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആയിരിക്കും. സമ്മ് പ്രൊഡക്റ്റ് 12 വരണമെങ്കിൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, പ്ലസിൻ്റെ പ്ലസും പ്ലസ് ആണ്. അപ്പോൾ ഒന്നുകിൽ രണ്ട് നമ്പേഴ്സും മൈനസ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സും പ്ലസ്. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ ഒരിക്കലും നമുക്കൊരു സമ്മായിട്ട് ഒരു -7 ഒരു നെഗറ്റീവ് നമ്പർ കിട്ടില്ല. അപ്പോൾ ഇത് മനസ്സിലായി, രണ്ട് നമ്പറും നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി, രണ്ട് നമ്പറും നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി നോക്കുക ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും. 1 × 12. പക്ഷേ 1 × 12 -1 -12 വന്നാൽ ഒരിക്കലും സമ്മ് -7 വരില്ല. അപ്പോൾ അതല്ല. 2 × 6. അപ്പോൾ 2 6 മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആണ്. പക്ഷേ -2 6 കൂടെ ഒരിക്കലും -6 കൂടെ ഒരിക്കലും ആഡ് ചെയ്താൽ -7 കിട്ടില്ല. അപ്പോൾ അടുത്തെന്താ 4 × 3 12 ആണ്. അപ്പോൾ -4 -3 വരും. -4 × -3 എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 4 × 3 12 ആണ്, പ്ലസ് 12 റെഡി. ഇനി സം ചെയ്യുന്ന സമയത്ത് -4 + -3 -4 -3 ദാറ്റ് ഈസ് -7 എന്ന് കിട്ടും. കറക്റ്റ് ആണ്. അപ്പോൾ നമ്പേഴ്സ് മനസ്സിലായി, ഇത് രണ്ടാണ് നമ്പേഴ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സാധനത്തിൽ നമ്മളെ ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ തന്നെ എടുത്തെഴുതുന്നു. എന്താ y² എഴുതി. പിന്നെ -7y ആ മിഡിൽ ടേമിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെയാ, -4 വെച്ചിട്ട് ആദ്യം എഴുതും -4y, പിന്നെ -3 വെച്ചിട്ട് -3y. മിഡിൽ ടേമിന് മാത്രം സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, പുതിയതായിട്ട് കണ്ടുപിടിച്ച രണ്ട് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട്. ദെൻ ലാസ്റ്റ് ടൈം +12. ഓക്കെ, ശ്രദ്ധിക്കുക, ആദ്യത്തെ രണ്ട് ടൈംസ് പുറത്തെടുക്കാൻ പറ്റുന്നതിനൊക്കെ പുറത്തെടുക്കുക. എന്താ, y പുറത്തെടുത്തു, ബ്രാക്കറ്റിൽ എന്താ ഉണ്ടാവുക, y² y പോയാൽ y, -4y y പുറത്തെടുത്താൽ 4. ഓക്കെ, അവസാനത്തെ രണ്ട് ടൈംസ് നോക്ക്, -3y + 12. ആ അവസാനത്തെ രണ്ട് ടേംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൈനസിലാണെങ്കിൽ മൈനസ് ഉൾപ്പെടെ വേണം നിങ്ങൾ പുറത്തെടുക്കാൻ. അപ്പോൾ ഞാൻ മൈനസ് പുറത്തെടുത്തു. പിന്നെ 3y-ലും 12-ലും കോമൺ ആയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 പുറത്തെടുത്തു, ടോട്ടൽ -3 പുറത്തെടുത്തേ. ഓക്കെ, -3y-ൽ -3 പുറത്തെടുത്ത് കഴിഞ്ഞാൽ വെറും y മാത്രം ബാക്കി. ഇനി +12 നിന്ന് -3 പുറത്തെടുത്താൽ ബാക്കി എന്താ ഉണ്ടാവുക, +12 ആണ്, അത് എഴുതുക. എന്താ പുറത്തെടുക്കുന്നത് വെച്ചാൽ അത് അടിയിൽ എഴുതുക. -3 ആണ് പുറത്തെടുക്കുന്നത്. അപ്പോൾ എത്ര വരും, 12 ഡിവൈഡ് ബൈ -3 എത്രയാ, 12 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 4 വരും, പിന്നെ -4. അപ്പോൾ y -4 വന്നു. ഓക്കെ, ഈ രണ്ട് ടേംസിലും കോമൺ ആയിട്ട് y -4 ഉണ്ട്. y -4 ഞാൻ പുറത്തെടുത്തു. ബാക്കി ബ്രാക്കറ്റിനകത്ത് എന്താ വരിക, y × y -4-ൽ y -4 പുറത്തെടുത്താൽ y, നടുക്കുള്ള സൈൻ മൈനസ്, അത് ഇട്ടു. 3 × y -4-ൽ y -4 പുറത്തെടുത്താൽ 3 ബാക്കി. സോ y -4 × y -3 എന്ന് വന്നു. y -4 × y -3 എന്ന് വന്നു ആൻസർ. ക്ലിയർ ആണല്ലോ, y -4 × y -3 എന്ന് വന്നു ആൻസർ. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് 3m² + 9m + 6. ഫസ്റ്റ് മക്കൾ ചെയ്യേണ്ട കാര്യം എന്താ, കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഒബ്വിയസ്ലി 3 കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും അല്ലേ. 3 പുറത്തെടുത്തു, ബ്രാക്കറ്റിനകത്ത് എന്താ വരിക, 3m² 3 പോയി കഴിഞ്ഞാൽ m² പ്ലസ് 9m 3 പുറത്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക, 9m ഡിവൈഡ് ബൈ m നോക്കുക. 9m ഡിവൈഡ് ബൈ m 3 എത്രയാ, 9/3 3 വരും. അപ്പോൾ 3m ബാക്കി ഉണ്ടാവും. പ്ലസ് 6 3 പുറത്ത് പോയി കഴിഞ്ഞാൽ 6/3 2 വരും, ബാക്കി 2 ബാക്കി ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. ബാക്കിയുള്ളതിനെ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. ഇതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാം. 3 × നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. സെയിം നമ്മൾ ഇത്രയും നേരം ചെയ്ത അതേ മെത്തേഡ് തന്നെ. പ്രൊഡക്റ്റ് ആയിട്ട് 2 വരണം, സം ആയിട്ട് 3 വരണം. അങ്ങനത്തെ രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട് ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. അപ്പോൾ രണ്ട് സാധനങ്ങൾ കിട്ടും, രണ്ട് ബ്രാക്കറ്റ് കിട്ടും. 3 × ഒരു ബ്രാക്കറ്റിൻ്റെ അടുത്ത ബ്രാക്കറ്റ് കഴിഞ്ഞു, ആൻസറായി. ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാക്ടറൈസ് ദ എക്സ്പ്രഷൻസ് ആൻഡ് ഡിവൈഡ് ദം ആസ് ഡയറക്റ്റഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നോക്കിക്കോ. y² + 7y + 10 ഡിവൈഡഡ് ബൈ y + 5 ആണ് ചെയ്യാനുള്ളത്. ആ മേലെ തന്നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. മേലത്തിൽ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് 10-ഉം സം 7 വരുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കാം. പ്രൊഡക്റ്റ് 10 വരണം, സം 7 വരണം. അങ്ങനത്തെ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാ, 2 5. 2 × 5 10-ഉം 2 + 5 7 ആണ്. അപ്പോൾ അതിനെ നമ്മളത് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു. എങ്ങനെയാ, y² + 7y + 10 എന്ന് പറഞ്ഞാൽ എന്താ, y² + 7y നമ്മൾ 5y + 2y എഴുതി. പ്ലസ് ലാസ്റ്റ് എന്തുണ്ട്, ഒരു 10 ഉണ്ട്. ഓക്കെ, y² + 5 2 7. ഓക്കെ, y² + 5y, അതിൽ y കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എന്താ വരിക, y × y + 5. ഇനി അവസാനത്തത് 2y + 10, അതിൽ 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എന്താ വരിക, 2y നിന്ന് 2 പോയാൽ y, പ്ലസ് 10 നിന്ന് 2 പോയാൽ 5. ഓക്കെ, അപ്പോൾ y + 5 y + 5 കോമൺ ആയിട്ടുണ്ട്. സോ ഞാൻ y + 5 പുറത്തെടുത്തു. ബാക്കി എന്താ ഉണ്ടാവുക, ഇവിടെ y ബാക്കിയുണ്ട്, അപ്പുറത്തോ ഒരു +2 ബാക്കിയുണ്ട്. അപ്പോൾ y + 5 × y + 2 എന്ന് പറയുന്നത് ന്യൂമറേറ്റർ. അപ്പോൾ എന്ത് വരും, y + 5 × y + 2 ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്, y + 5 ഉണ്ട് അല്ലേ, താഴെ ഈ y + 5. അപ്പോൾ മേലത്തെ y + 5-ഉം താഴത്തെ y + 5-ഉം കട്ടായി പോകും. ബാക്കി ആൻസർ എന്ത് വരും, മേലൊരു y + 2 മാത്രം. y + 2 ആണ് ഫൈനൽ ആൻസർ. ക്ലിയർ ആണല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ 5 പ്രോബ്ലംസും മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ വേഗം ചെയ്യുക, പെട്ടെന്ന് തന്നെ ചെയ്യുക.
എന്നിട്ട് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ആൻസർ നിങ്ങളെ പേരിൻ്റെ കൂടെ മെൻഷൻ ചെയ്യുക. ആദ്യം നിങ്ങളെ പേര് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എത്രയാണോ അതും കൂടെ ടൈപ്പ് ചെയ്തിട്ടിടുക. മറന്നു പോകരുത്, ആൻസർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തിട്ടോണേ. സോ ദാറ്റ്സ് ഓൾ മക്കളെ, ബൈ.